ഇടുക്കിയിൽ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലും കനത്ത മഴ തുടരുന്നു. കൊടയത്തൂർ അടൂർ മലയിലെ മണ്ണിടിച്ചിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. അഖിൽ TS കൂടി ചേരുന്നു. അഖിൽ, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമ്മൾ തുടക്കത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് സുമതിയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ സുമതി മരണപ്പെട്ടിരിക്കുന്നു, മൃതദേഹമാണ് പുറത്തെടുക്കുവാൻ സാധിച്ചത് എന്ന വിവരം വരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? സിന്ധൂരി, ഏറെ സങ്കടകരമായ വാർത്തയാണ് മഴക്കെടുതി സംബന്ധിച്ച് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂരിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമുണ്ടായി. അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർ മലയിൽ മഷിക്കലെ രവി എന്നയാളുടെ വീടിന് മുകളിലേക്ക് പുലർച്ചെ 2 മണിയോടുകൂടി ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഏകദേശം വീട് പൂർണ്ണമായി നശിച്ചിരുന്നു. വീട്ടിലുണ്ടായിരുന്ന രവിയും മകനും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ രവിയുടെ ഭാര്യ സുമതിക്ക് ഓടി രക്ഷപ്പെടാനായില്ല. സുമതി വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. രാവിലെ 2 മണി മുതൽ ഫയർഫോഴ്സിന്റെയും NDRF സംഘത്തിന്റെയും നേതൃത്വത്തിൽ സുമതിക്കായുള്ള തിരച്ചിലുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ രാവിലെ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. സുമതി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മഴക്കെടുതി സംബന്ധിച്ച് ഇടുക്കിയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏറെ സങ്കടകരമായ അവസ്ഥയാണ്. ഇന്നലെ രാത്രി മുഴുവൻ വലിയ രീതിയിലുള്ള മഴ ഇടുക്കിയുടെ പല മേഖലകളിലും പെയ്തിറങ്ങി. ഇതേ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇടുക്കി ആലക്കോട് ചവർണ ഭാഗത്ത് കൊടക്കച്ചിറയിൽ മാർട്ടിൻ, പാറയ്ക്കൽ മനോജ് എന്നിവരുടെ വീടുകൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി തകർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റ് നിലവിൽ ആ വീടിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി ഒപ്പം നൽകുന്നു. പരിക്കേറ്റ ബിനു, മാർട്ടിൻ എന്നിവരെ ജില്ലാ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. ഒപ്പം തന്നെ ഏലപ്പാറ ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു എന്നും ആ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ ഘട്ടത്തിൽ ഒരു വീടിന്റെ ഒരു മുറിക്ക് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഘട്ടമുണ്ടായത്. ആ മണ്ണിടിച്ചിലിൽ വീട്ടിൽ താമസിച്ചിരുന്ന ഇവരുടെ ഗൃഹനാഥന്റെ ബന്ധുവായ ഒരു വ്യക്തിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ നിലവിൽ ലഭ്യമായിട്ടില്ല. ലീലാമണി മുരളീധരൻ എന്നയാളുടെ വീട്ടിലാണ് ബന്ധു എത്തി താമസിച്ച. ആ മുറിയുടെ മേളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ആ മണ്ണിടിഞ്ഞു വീണ മുറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് JCB അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് നിലവിൽ നടന്നു വരികയാണ്. ഇടുക്കിയുടെ പല മേഖലകളിലും ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടയത്തൂർ മലയിലെ മരണങ്ങളടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അടിമാലി മേഖലയിൽ ശക്തമായ മഴയിൽ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകി. ചാറ്റുപാറ, മച്ചിപ്ലാവ്, ദേവിയാർ, 10 മൈൽ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ മ്ലാമലക്കവലയുടെ ഭാഗത്ത് സിറാജിന്റെ വീടിന്റെ മുകളിലായിട്ട് മലയിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ സൈഡ് ചേർന്ന് മണ്ണിടിഞ്ഞു വീണ് അമ്മ കിടന്നിരുന്ന സ്ഥലത്തെ ജനലും കതകും തകർന്നു പോയിട്ടുണ്ട്. നിലവിൽ സിറാജിന്റെ അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു കരകളിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിലെ കടുവാപ്പാറയിലും അമലഗിരിയിലും റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒപ്പം തന്നെ കുട്ടിക്കാനം, ഏലപ്പാറ പാതയിലും കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഹൈറേഞ്ച് മേഖലകളിലെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെയും തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരവസ്ഥയാണ്. ഹൈറേഞ്ച് മേഖലകളിലേക്കുള്ള യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഘട്ടമാണ്. കാരണം പല മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയിൽ ഇതേ തുടർന്ന് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്ത് തോട് കരകവിഞ്ഞ് പ്രാഥമികാരോഗ്യ കേന്ദ്രം പൂർണ്ണമായും വെള്ളത്തിൽ മൂടിയ അവസ്ഥയിലാണ്. ഏലപ്പാറ ചെമ്മണ്ണ് റോഡിൽ ഉരുൾപൊട്ടിയതിന് സമാനമായ രീതിയിൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഹൈറേഞ്ച് മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ശ്രദ്ധ പാലിക്കണം. കാരണം അത്രയധികം മഴക്കെടുതി വിഷയങ്ങൾ ഈ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉപ്പുതറ, വളകോട്, മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിനായി പോയ പോലീസ് വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒരു ദുരന്തങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയുണ്ട്.
ഉപ്പുതറ വളകൂട് മത്തായിപ്പാറയിലാണ് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിനിടെ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടത്. പോലീസുകാർ സുരക്ഷിതരാണ്. നിലവിൽ പോലീസ് വാഹനം മണ്ണിനടിയിൽ പുതഞ്ഞ അവസ്ഥയിലാണ്. അത് പുറത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. JCB അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മഴക്കെടുതി മൂലം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് ഒരു മരണം ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് സിദ്ധൂരി. അഖിൽ, ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മണ്ണിടിച്ചിലിന്റെ നിലവിലത്തെ സാഹചര്യം എന്താണ്? കാരണം നമുക്കറിയാം ഇടുക്കി പ്രത്യേകിച്ചും ഈ ദേശീയപാതയിൽ മണ്ണെടുത്തുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമാനമായ സാഹചര്യമാണോ? ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ വിവരവും കൂടി. സിന്ധൂരി, നിലവിൽ ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ കഴിഞ്ഞ ദിവസവും മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഭാഗത്ത് ചീയാപ്പാറ ഭാഗത്ത് മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2025 നവംബർ മാസം നമുക്കറിയാം ശക്തമായ ഒരു മണ്ണിടിച്ചിലാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഇതിനെല്ലാം കാരണമായി പറയുന്ന കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത കരാർ നൽകിയിരിക്കുന്ന കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇത്തരത്തിൽ നിരന്തരമായ മണ്ണിടിച്ചിലേക്ക് മേഖലയെ എത്തിച്ചത് എന്നുള്ള വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ടായിരുന്നു.